പ്രണാമം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മത്സരാർത്ഥിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. പേരെന്താ? പ്രണവ്. PSC പ്രണവ് എന്നാണ് അറിയപ്പെടുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇയാളിവിടെ പ്രത്യേകം വിളിച്ചു വരുത്തിയാണ്. നേരത്തെ ഒരു മത്സരാർത്ഥി ഉണ്ടായിരുന്നു, ആള് പോയിട്ട് പ്രത്യേകം വിളിച്ചു വരുത്തിയാണ് ഈ പണം തട്ടാൻ വേണ്ടി. നമുക്ക് എന്താകും എന്ന് നോക്കാം. പ്രോഗ്രാം എന്താണെന്ന് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, GK ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യൻസും 50 രൂപയാണ് ഞാൻ വിലയിട്ടിരിക്കുന്നത്. ഇപ്പം 5 ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയുകയാണെങ്കിൽ 250 രൂപ കിട്ടും. അല്ല എങ്കിൽ ഓരോ ക്വസ്റ്റ്യനും മൈനസ് ആവും. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പോൾ ഇയാൾ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു, അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ 50 രൂപ കട്ടാവും. മനസ്സിലായോ? അപ്പോൾ ഈ സാധനം ഞാൻ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇതെൻ്റെ ബോക്സാണ്. ലാസ്റ്റ് ആർക്ക് കിട്ടുമെന്നറിയാം. അപ്പോൾ പ്രോഗ്രാം ആരംഭിക്കാം. ആധുനിക ജനാധിപത്യ സമ്പ്രദായം നിലവിൽ വന്ന ആദ്യ രാഷ്ട്രം ഏത്? ആധുനിക ജനാധിപത്യ സമ്പ്രദായം നിലവിൽ വന്ന ആദ്യ രാഷ്ട്രം ഏതാണ്? ഗ്രീസ്. ഒരു ക്ലൂവും തരത്തില്ല, 3 ആൻസർ പറയാം. പറഞ്ഞോളൂ. ഗ്രീസ്. നോ, അല്ല. മറ്റുള്ളവരുടെ കൂടി നിൽപ്പുണ്ട്. ഞാൻ തോന്നില്ല ഇത് തെറ്റ്. അടുത്തെന്താണ് അടുത്ത ഇത് ചോദ്യം വിട്ട് കഴിഞ്ഞാൽ ഔട്ടാണ്. അല്ല, 50 രൂപ പോവും. അടുത്ത മത്സരിക്കാം. നോ പ്രോബ്ലം. പറഞ്ഞുകൊണ്ടാണ് ചോദ്യം ഘടിപ്പിച്ചത്. അല്ല, ഞാൻ ആദ്യം ഒന്ന് ലെവൽ അളക്കാൻ വേണ്ടിയാണ് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ കുറച്ചുകൂടെ മൈന്യൂട്ടായിട്ട് ചോദിക്കുക. ഏത് ലെവലാണെന്ന് എനിക്ക് മനസ്സിലാവണമല്ലോ. ഓക്കെ, അപ്പൊ അറിയത്തില്ല. അപ്പോൾ പ്രണവ് കിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. യെസ്, കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ 50 രൂപ നേടിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു ലെവലിലാണ് പ്രണവ് നിൽക്കുന്നത്. ഓക്കെ, എനിക്ക് മനസ്സിലായി. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സംസ്കൃതം ഔദ്യോഗിക ഭാഷയായി സ്വീകരിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യൻ സംസ്ഥാനമാണോ? ക്ലൂ തരത്തില്ല, പറഞ്ഞു പോയതാണ്. സംസ്ഥാനമാണ് ചോദിച്ചത്. സംസ്ഥാനം. അപ്പൊ ഇന്ത്യൻ സംസ്ഥാനം ആയിരിക്കണം. സംസ്കൃതം ഔദ്യോഗിക ഭാഷയായി സ്വീകരിച്ച സംസ്ഥാനം ഏതാണ്? സംസ്കൃതം. ആൻസർ പറഞ്ഞോളൂ. തമിഴ്നാട്. അറിയില്ല. അപ്പോൾ 50 പോയി. ഇനി നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൻസർ പറയത്തില്ല, കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ടറിന്റെ പ്രാഥമിക ഔട്ട്പുട്ട് ഉപകരണം ഏതാണ്? ഒരുപാട് ഉപകരണമുണ്ട്. പ്രാഥമിക ഔട്ട്പുട്ട് ഉപകരണം, പ്രൈമറി ഔട്ട്പുട്ട്. മൗസ് ഉണ്ട്. ഒരുപാടുണ്ട്. എങ്കിലും ആൻസർ പറഞ്ഞോളൂ. ഇതിലുള്ള ആൻസർ പറയാം. മൗസ് ഉണ്ട്. പിന്നെന്താണ്? മോണിറ്റർ ഉണ്ട്. മോണിറ്റർ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നൽകിയിരിക്കുകയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഏറ്റവും വലിയ ബീച്ച് എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ബീച്ച് എവിടെയാണ്? അമേരിക്ക. നോ. ബ്രസീൽ. യെസ്, കറക്റ്റ് ആൻസർ. ഇവിടെ ആരാ പറഞ്ഞു കൊടുത്തത്? ആരും ഇവിടെ ഒരു മനുഷ്യൻ മിണ്ടിയില്ല. ഇല്ല. പിന്നെ അപ്പോൾ എത്ര രൂപ നേടി? എത്ര രൂപ? 100 രൂപ. 100 രൂപ. അപ്പോൾ 100 രൂപ നേടി നമ്മുടെ പ്രണവ് ഇന്ന് ജയിച്ചിരിക്കുകയാണ്. പൈസ ഉണ്ടേ? തുറന്നെടുത്തോളൂ. ഓക്കെ, 100 രൂപ എടുക്കാവൂ. കൂടുതൽ എടുക്കല, എന്റെ പൈസയാണത്. 100 രൂപ. നല്ല പ്രോഗ്രാമാണ്. ഇനി ഒരുപാട് ആൾക്കാർക്ക് പങ്കെടുത്ത് മൊത്തം പൈസയും കൊണ്ടുപോകാൻ സാധിക്കട്ടെ. എന്താ പേര്? ആഷ്മി. സ്ഥലം എവിടെയാ? നെയ്യാറ്റിങ്കര. അപ്പോൾ നെയ്യാറ്റിങ്കരയിൽ നിന്ന് ആഷ്മിയാണ് ഇന്ന് എനിക്ക് ഇരയായി കിട്ടിയിരിക്കുന്നത്. മത്സരിക്കാൻ റെഡിയായി നിൽക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഗോവ. റൈറ്റ് ആൻസർ. അപ്പോൾ 50 രൂപ നേടിയിരിക്കുകയാണ് നമ്മുടെ ആഷ്മിക്കുട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ.
ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. അല്ല. ജവഹർലാൽ നെഹ്റു. നോ. 3 ആൻസർ പറയാം. ഒരു ആൻസറും കൂടി. ക്ലൂ എന്തെങ്കിലും? ക്ലൂ ഒന്നും തരത്തില്ല. ക്ലൂ ഒക്കെ തന്നെ എൻ്റെ പണപ്പെട്ടിയിലെ പണം തീരും. ഞാൻ ആ കാര്യം ചെയ്യത്തില്ല. ടൈം ഔട്ടായി. ആൻസർ പറയത്തില്ല. 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അവൾ ആദ്യം കിട്ടിയത് മൈനസായി. പോയി കിട്ടി. 3ാമത്തെ ക്വസ്റ്റ്യൻ. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഭാരതപ്പുഴ. അല്ല. പമ്പ. നോ. പെരിയാർ. നോ. തീർന്നു. 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 4ാമത്തെ ക്വസ്റ്റ്യനിൽ പോകുന്നതിന് മുന്നേ പാട്ട് പാടോ? പാട്ട് ഇല്ല. പഠിച്ചിട്ടില്ല. അല്ലാതെ പാടത്തില്ല. മൂളിപ്പാട്ടൊക്കെ പാടും. ഒരു പാട്ട് പാടോ എനിക്ക് വേണ്ടി? പാട്ട് ഇപ്പോൾ ഏത് പാട്ട്? ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. പിടിച്ചു. ഈ കാറ്റു വന്നു കാതിൽ പറഞ്ഞു, നീ എന്നും എൻ്റേതു മാത്രം. ഉണരുമെൻ നിശ്വാസമായി ഉയിരിനെ പുകിടുവാൻ നിൻ മൗനങ്ങൾ ചേരും സംഗീതമേ. ചെഞ്ചുണ്ടിൽ തുടിച്ചോ ചെറുവാൻ കിളിയെ, നെഞ്ചെന്നു പിടച്ചോ പറയൂ പതിയെ. മന്ദാരക്കൊമ്പത്താരോ ഈണക്കിളിയെ, കിന്നാരം ചൊല്ലി അടുത്തതല്ലേ. മിഴിവാതിൽ ചാരും നാണം പതിയെ ഞാൻ തഴുകവേ. ഇനി നീയും എന്നും കൂടെ നിഴലാവാം തിങ്കളെ. ഓക്കെ, അടിപൊളി. ഞാനും കൂടെ പാടി. പിന്നെ ഇനി 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കാം. ലോകത്തിലെ ആദ്യത്തെ പത്രം ഏത് രാജ്യത്താണ് പ്രസിദ്ധീകരിച്ചത്? ഏത് രാജ്യത്ത്? ലോകത്തിലെ ആദ്യത്തെ പത്രം ഏത് രാജ്യത്താണ് പ്രസിദ്ധീകരിച്ചത്? ഇന്ത്യയിലല്ല. ഇന്ത്യ ക്യാൻസൽ. സെക്കൻഡ്. 2ാമത്തെ ആൻസർ പോരട്ടെ. ചൈന. എറിഞ്ഞിട്ടതാണ്, വീണു. അപ്പോൾ 50 രൂപ വീണ്ടും നേടിയിരിക്കുന്നു. 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ ആവർത്തന പട്ടികയിലുണ്ടല്ലോ, ആവർത്തന പട്ടിക കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. അതിലെ ആദ്യത്തെ മൂലകം ഏതാണ്? ഹൈഡ്രജൻ. കറക്റ്റ് ആൻസർ. അവൾ 3 ക്വസ്റ്റ്യന് ആൻസർ പറഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ മൈനസായി. 2 ക്വസ്റ്റ്യൻ്റെ പൈസ 100 രൂപ. എൻ്റെ 100 രൂപ പോയി. എങ്കിലും കുഴപ്പമില്ല. എടുത്തോളൂ, പൈസ എടുത്തോളൂ. എൻ്റെ പൈസ പോയി. 100 രൂപ. ഓക്കെ, കൂടുതലൊന്നും എടുക്കരുത്. എൻ്റെ പെട്ടിതാ. സമ്മാന പെരുമഴ സീസൺ 2 2024. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ സീസൺ 2. ആശ്രയ സമ്മാന പെരുമഴ സീസൺ 1-ൽ വിഘ്നേശ്വര ഗ്രാനൈറ്റ്സ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു. അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ 100 പേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഭാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2-ൽ ഏറ്റെടുക്കുന്നു. VMTV ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ച പ്രാർത്ഥനയോടുകൂടി
വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും VMTV ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം.